എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDFന്റെ പ്രകടന പത്രിക പുറത്തെത്തിയിട്ടുണ്ട്. അതിന്റെ ക്യാപ്ഷനാണ് നിങ്ങൾ അറിയേണ്ടത്. ഹൃദയം തൊടുന്ന വാക്കുകൾ ഇത്തവണയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. അതിലെ വാചകം ഇങ്ങനെയാണ്: എല്ലാവർക്കും വേണ്ടി LDF. എത്ര മനോഹരമായ വാചകമാണ്! രാഷ്ട്രീയമല്ല, ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയും ഇടതുപക്ഷം അഥവാ LDF എന്ന മുന്നണി. അതിന്റെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ മാറ്റി നിർത്തപ്പെടില്ല, അല്ലെങ്കിൽ സ്വത്വത്തിന്റെ പേരിലോ. എല്ലാത്തരം മനുഷ്യരെയും ഈ നാട്ടിൽ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതാണ് LDF എന്നുള്ള പ്രകടന പത്രികയിലൂടെ വമ്പൻ വാഗ്ദാനങ്ങളൊന്നും മുന്നോട്ട് വെച്ചിട്ടില്ല. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ. അതായത് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് കബളിപ്പിക്കലല്ല, അതിനപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്നുള്ള ഉറപ്പാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായിട്ട്, അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ആ കാലയളവിൽ പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ 95% കാര്യങ്ങളും ചെയ്ത് പൂർത്തീകരിച്ച അതേ മാതൃകയിൽ തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി ജനങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് മുന്നോടിയായിട്ട് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് പോലെയുള്ള വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി മാതൃക കാട്ടിയതിനു ശേഷം ഇതാ ഈ തെരഞ്ഞെടുപ്പിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലും നടപ്പാക്കാൻ കഴിയുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതൊരു വലിയ പെരുമഴയൊന്നുമല്ല. എന്തായാലും മന്ത്രി P രാജീവ് ഈ പ്രകടന പത്രികയെ സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിട്ടുണ്ട്. അതിൽ സകല കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടാൽ എന്താണ് ഇടതുപക്ഷം അടുത്ത 5 വർഷം നിങ്ങൾ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ കോർപ്പറേഷനിലോ അധികാരം കൊടുത്താൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം ആ വാചകങ്ങൾ കൃത്യമാണ്. ഇങ്ങനെയാണ് ആ പോസ്റ്റ്. നാടിനുള്ള വികസന കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്ന സമീപനം എക്കാലത്തും ഒരു പടി മുന്നിലാണ്. ജനപങ്കാളിത്തത്തോടെയുള്ള വികസന രൂപരേഖ ഏറ്റവും താഴേക്കിടയിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് സമഗ്രമായ പ്രകടന പത്രിക ഞങ്ങൾ തയ്യാറാക്കുന്നു. ജനാധിപത്യം സമ്പന്നമാകണമെങ്കിൽ ജനങ്ങൾ തുടർച്ചയായി ഇടപെടണമെന്ന കാഴ്ചപ്പാടിന്റെ കൂടി ഭാഗമാണ് ഇത്തരത്തിൽ ജനങ്ങളുടെ കൂടി പ്രതികരണം മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രകടന പത്രിക നിർമ്മിക്കുന്നത്. എല്ലാവർക്കും വീട്, ഭക്ഷണം, ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങി ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിനൊപ്പം അഭ്യസ്ത വിദ്യരായ യുവതയുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള മികച്ച തൊഴിലവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. തെരുവ് നായ ശല്യം, ലഹരി വിരുദ്ധ പ്രചരണം, വയോജന സൗഹൃദ അന്തരീക്ഷം, ശുചിത്വം, MSME സംരംഭങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിലായി 69 വാഗ്ദാനങ്ങളാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. നവകേരള കാഴ്ചപ്പാടിനനുസൃതമായി അധികാര വികേന്ദ്രീകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള കാഴ്ചപ്പാടാണ് ഈ പ്രകടന പത്രികയിലൂടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ വിജയം കേരളത്തിലെ വികസനോന്മുഖമായ ജനകീയ ഭരണത്തിന് ശക്തി പകരുന്നതിനും വർഗീയതയ്ക്കെതിരായ പ്രതിരോധത്തിന്റെ കോട്ടയായി കേരളത്തെ സംരക്ഷിക്കുന്നതിനും സഹായകമാകും. ഇത്തരമൊരു ജനപക്ഷ ബദൽ ഉയർത്തിക്കാട്ടാനും നടപ്പിലാക്കാനും ഇന്ന് ഈ രാജ്യത്ത് ഇടതുപക്ഷം മാത്രമാണ് തയ്യാറാകുന്നത്. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വിജയം ഈ നാടിന്റെ നിലനിൽപ്പിനും മുന്നേറ്റത്തിനും ഏറെ ആവശ്യമുള്ള ഒരു ഘടകം കൂടിയാവുകയാണ്. മുഴുവൻ ആളുകളോടും നാടിന്റെ മുന്നേറ്റത്തിന്റെ കണ്ണി ചേരാനും ഇതിനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാനും അഭ്യർത്ഥിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പുറത്തിറക്കിയിരിക്കുന്ന ഒരു കാർഡ് നിങ്ങൾക്ക് കാണാം. അതിൽ കൃത്യമായി പറയുന്നുണ്ട്: വീട്, ഭക്ഷണം, ചികിത്സ, വിദ്യാഭ്യാസം, തൊഴിൽ. ആ സ്റ്റെപ്പുകൾ കയറി നേരെ ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രികയിലേക്ക് എത്തുകയാണ്. ഇതാണ് ഈ നാട്ടിലെ മനുഷ്യർക്ക് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് വയ്ക്കുന്ന പ്രകടന പത്രിക. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയുള്ള പ്രഖ്യാപനം തന്നെയാണ്. അവന്റെ സുരക്ഷിത ജീവിതം ഉറപ്പാക്കലാണ് ആ പ്രകടന പത്രിക. മനുഷ്യന് വേണ്ട ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള 5 കാര്യങ്ങൾ: വീട്, ഭക്ഷണം, ചികിത്സ, വിദ്യാഭ്യാസം, തൊഴിൽ. അതിലൂന്നിയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ നാളെയുടെ യുവതയും നാളെയുടെ കേരളവും എന്താകണമെന്നുള്ള കൃത്യമായ കാഴ്ചപ്പാട് ആ പ്രകടന പത്രികയ്ക്കുള്ളിൽ ഉണ്ടെന്ന് വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്.